അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾക്കിടെ അസ്വാരസ്യങ്ങൾ പുകയുന്നതിനിടയിൽ ഇറാനെ ആക്രമിച്ച ഇസ്രയേലിന് കണക്കിന് കിട്ടിയിരിക്കുകയാണ്. US-ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിന് പിന്നാലെയാണ് ഈ പ്രത്യാക്രമണം. ഇസ്രയേലിനു മേൽ ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. 30 മിസൈലുകൾ തൊടുത്തുവെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ എയർഫോഴ്സും വ്യോമ പ്രതിരോധ സംവിധാനവും മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ തിരിച്ചടി ഉടൻ തന്നെ ഇസ്രയേൽ പ്രതീക്ഷിച്ചു കാണില്ല. മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടം മിസൈലുകൾ ഒരുമിച്ച് അയക്കുന്ന അതേ ആക്രമണം തന്നെയാണ് ഇറാൻ ഇത്തവണയും പ്രയോഗിച്ചത്. മിസൈലുകൾ പതിച്ചതായി ഇസ്രയേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിന് പിന്നാലെ അമേരിക്കൻ സേനാ താവളങ്ങളെ ലക്ഷ്യമിട്ടും ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയുമായി ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ബഹ്റൈനിൽ സ്ഫോടനം ഉണ്ടായെന്നാണ് പുതിയ വിവരം. ഇവിടെ അമേരിക്കയുടെ വ്യോമതാവളമുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ തിരിച്ചടി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇസ്രയേലിൽ അതിശക്ത ആക്രമണം നടത്തിയതിന് പിന്നാലെ ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തി. ബഹ്റൈനിലെ US 5-ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ബഹ്റൈനിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും അപായ സൈറനുകൾ മുഴങ്ങിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ബഹ്റൈനിൽ ഉഗ്രസ്ഫോടനങ്ങൾ നടന്നെന്നാണ് വ്യക്തമാകുന്നത്. മേഖലയിലെ എല്ലാ US-ഇസ്രയേൽ സൈനിക ആസ്ഥാനങ്ങളും തങ്ങളുടെ ലക്ഷ്യമാണെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേലിന് പിന്നാലെ അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും യുദ്ധം വ്യാപിക്കുന്നത് പശ്ചിമേഷ്യയെ അതീവ ഗുരുതര സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ്. ഖത്തറും കുവൈറ്റും UAE-യും വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇറാൻ മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചെന്നാണ് ഇസ്രായേൽ സേനയും വ്യക്തമാക്കുന്നത്. ആക്രമണശ്രമം ഉണ്ടായെന്നാണ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ ആക്രമണത്തിന്റെ തോതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതായത് പണി കിട്ടിയിട്ടും ഇസ്രയേൽ തിരിച്ചടിയുടെ ആഘാതം വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ അപകട സൈറനുകൾ മുഴങ്ങിയതായി അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളുകളോട് ബങ്കറുകളിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിസൈലുകളെ പ്രതിരോധിക്കാനും തകർക്കാനുമുള്ള അടിയന്തര നീക്കങ്ങൾ സൈന്യം നടത്തുന്നുണ്ട്. പൗരന്മാർ സൈന്യത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും IDF മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിയത്. അതായത് ഇസ്രയേൽ അടുത്ത നീക്കത്തെപ്പറ്റി ആലോചിച്ചപ്പോഴേക്കും ഇറാൻ ആക്രമണം നടത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെയാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. ഇരുപക്ഷത്തുമുള്ള നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധഭീഷണിക്കിടയിലാണ് ഇറാനുമേൽ ഇസ്രയേലിന്റെ അപ്രതീക്ഷിത ആക്രമണമുണ്ടായത്. ആണവ നിർവ്യാപന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സന്തുഷ്ടനല്ലെന്ന് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ഈ ആണവ ചർച്ചകൾക്കിടെ ട്രംപിനെതിരായ സുപ്രീം കോടതി വിധിയിൽ ഇന്ത്യ-US കരാറിലെ ചർച്ചകളിൽ ഇന്ത്യ വിട്ടുനിന്നിരുന്നു. ഇന്ത്യയുടെ മെല്ലെപ്പോക്ക് ട്രംപിനും തിരിച്ചടിയായി. അമേരിക്കയുമായുള്ള മറ്റു കരാറുകളിൽ രാജ്യങ്ങൾ പ്രതികൂല നിലപാട് കൂടിയെടുത്താൽ ഈ ആക്രമണത്തിന്റെ ആഘാതവും രാജ്യങ്ങളുടെ എതിർപ്പും അമേരിക്കയെ ആയിരിക്കും കൂടുതൽ ബാധിക്കുക.